ബിഗ് ബോസിലെ അനുമോളുടെ പ്രണയവും ഫ്രണ്ട്ഷിപ്പും ഒറിജിനലായിരുന്നു. എനിക്ക് തോന്നുന്നല്ല. കാരണം അനുമോൾ നിലനിൽപ്പിന് വേണ്ടി ആദ്യം അറിയാലോ ശൈത്യയുടെ കൂടെ ആയിരുന്നു കുറച്ച് ആൾ. മസ്താനി വന്നതിന് ശേഷം മസ്താനിയുടെ കൂട്ടുപിടിച്ച് ശൈത്യനെ ഒഴിവാക്കി. അതിനുശേഷം ആദിലാനൂറയായിരുന്നു. അതായത് നാട്ടിൽ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ എല്ലാവരോടും മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് ആദിലാനൂറയോട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റി. അതിൽ ആദിലോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അതുപോലെ അനീഷിനോട് ഇങ്ങനെ കയ്യും കലാശം, അതായത് സ്നേഹമാണ് ലവായിട്ട് കാണിക്കുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ട് ലാസ്റ്റ് വന്നപ്പോഴേക്കും അനീഷിൻ്റെ ഭാഗത്തുനിന്ന് പ്രപ്പോസ് വരുന്നു. കാരണം അനീഷ് ഒരു ഡിവോഴ്സ് ആയിട്ടുള്ള ആളാണ്. അതായത് പൊതുവേ ഇൻട്രോവേർട്ടായിട്ടാണ് അനീഷിനെ തോന്നിയിട്ടുള്ളത്. വളരെ നിഷ്കളങ്കനാണെങ്കിൽ ഇൻട്രോവേർട്ടാണ്. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ അറ്റാച്ച്മെൻറ്റ് കാണിക്കുമ്പോൾ അപ്പോൾ അവൻ ചിലപ്പോൾ വീണ് പോയതായിരിക്കാം. അതിനുശേഷം അനീഷ് തൻ്റെ ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ പുള്ളിക്കാർക്ക് നൈസായിട്ട് ചിരിച്ചുകൊണ്ട് അതിനകത്ത് നിന്ന് വലിയുന്നുണ്ട്. ഈ അനീഷിനോട് ലാസ്റ്റ് വീക്കിലാണ് ഇങ്ങനെ പറയുന്നതൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാകാം. അല്ല, ഫസ്റ്റ് തൊട്ടേ പറയുന്നുണ്ട്. അനീഷിനോട് ഫസ്റ്റ് പറയുന്നുണ്ട്, അനീഷിനോട് എനിക്ക് താല്പര്യമുണ്ട് അനീഷിനെ വിവാഹം കഴിക്കാൻ, എന്താണ് അനീഷേട്ടൻ്റെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല, ഞാനിത് അംഗീകരിക്കുന്നില്ല എന്ന്. പയ്യെ അനീഷിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അനീഷിന് മുടി ജീവി കൊടുക്കുന്നതും അനീഷിന് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നതൊക്കെ അനുമോളാണ്. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഒരാളെ യൂസ് ചെയ്തിട്ട് എങ്ങനെ നിൽക്കണമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നൊരു മത്സരാർത്ഥിയായിരുന്നു അനുമോൾ. ആ കാര്യത്തിൽ അനീഷ് പെട്ടുപോയതാണ് ശരിക്കും പറഞ്ഞാൽ. അനീഷിന് ആ ബാഡ് ഇമേജ് ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. കാരണം അനീഷ് ഓപ്പണായിട്ട് ചോദിച്ചതാണ്. കാരണം അനീഷ് മനസ്സിലാക്കേണ്ടതാണ്, ഈ അനുമോൾ എന്ന് പറയുന്നൊരു സിനിമ നടിയാണ്. എങ്ങനെ അഭിനയിക്കണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാൻ നോക്കും. അപ്പോൾ അനീഷിനത് മനസ്സിലായിട്ടില്ല. കാരണം അനീഷ് ഒരു പറഞ്ഞില്ല, ഒരു കോമണറായിട്ട് വന്ന മനുഷ്യനാണ്. അതും അനീഷ് ഒരു എന്താ പറയുക, അങ്ങനെ ഉള്ളിൽ കള്ളമുള്ളൊരു മനുഷ്യനൊന്നും അല്ല. അപ്പോൾ പെട്ടെന്ന് അത് മനസ്സിലായിട്ടില്ല. അനീഷ് പറയുന്നുണ്ടല്ലോ, അനീഷ് ഓർത്തത് എന്നോട് ഇങ്ങോട്ടുണ്ടാകുമെന്ന് തന്നെയാണ് അനീഷ് വിചാരിച്ചിരുന്നത്. പക്ഷേ ആ പാവത്തിന് തെറ്റിപ്പോയി. കാരണം യൂസ് ചെയ്ത് മുന്നോട്ട് ദിവസങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള, കാരണം പുള്ളിക്കാരത്തേക്ക് ഡെയിലി പേയ്മെൻറ്റും കൂടുതലാണ്. ജയിക്കണം എന്നുള്ള, ഏത് തരത്തിലും ജയിക്കണം എന്നുള്ള ഒരു, ഇപ്പോൾ വെളിയിലോട്ട് വരുന്നുണ്ട് ആ PR രീതിയിലുള്ള ആ എത്രമാത്രം കാശ് കൊടുത്തുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വെളിയിലോട്ട് വരുന്നുണ്ട്. എന്തായാലും ആ പാവത്തിൻ്റെ ആ കെണിയിൽ അനീഷ് വീണുപോയി എന്നുള്ളതാണ്.